ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഞാൻ റെഡി ആവാൻ എല്ലാ ജോലികളും ഒതുക്കിയിട്ടിരിക്കുകയാണ്. പിള്ളേർക്കൊക്കെ കാപ്പി കൊടുത്ത് ദൈവത്തിന് പ്രിൻസ് കഴിക്കുന്നു. പ്രിൻസിനെ ട്യൂഷനും ഉണ്ടാക്കി. പിന്നെ ഒരു കുഞ്ഞു സാധനം താണ്ട കയറി വരുന്നുണ്ട്. അപ്പോഴേ ഒന്ന് രണ്ട് കാര്യം പറയാമെന്ന് വിചാരിച്ചേ. എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പം വരുന്നൊരു കമൻറ്റ് ഞാൻ പറയാം. നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ കേൾക്കാനുള്ള ഇത് വേണം എന്നുള്ള കമൻറ്റ് വരും. പിന്നെ അങ്ങനത്തെ കുറേ കമൻറ്റ് വരും. അപ്പം ഞാൻ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, പബ്ലിക്കായിട്ട് വീഡിയോ ഇടാൻ നിങ്ങൾ അഭിപ്രായം പറയുമ്പോൾ ഞങ്ങൾക്കും തിരിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇനി ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ വീഡിയോ ഇടുന്നതൊന്നും ഒരു നെഗറ്റീവും പ്രതീക്ഷിച്ചല്ല. നമ്മളങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ് റീച്ചിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല. ഇവിടെ ഞങ്ങളെന്ന് വെച്ചാൽ കൂട്ടുകുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം നമ്മളെല്ലാം ഷെയർ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. ഞങ്ങളിവിടെ എന്ത് മേടിച്ചു കഴിഞ്ഞാലും ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല എടുക്കുന്നത്, എല്ലാവരുടെയും കൂടി ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഞങ്ങളിവിടെ ഒന്നും മേടിക്കാറില്ല. പിന്നെ നിങ്ങൾ പലരും കമൻറ്റ് ഇടുന്നുണ്ട് കപ്പലണ്ടിയുടെ കാര്യം പറഞ്ഞ്. ഞാൻ കടയിൽ പോയപ്പം അത് സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തില്ല. ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഇവക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പലണ്ടി. ഇവക്കും പ്രിൻസിക്കും പിള്ളേർക്കും എല്ലാവർക്കും കപ്പലണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ തലേ ദിവസം എന്തുവായിരുന്നു പ്രിൻസി? അതല്ല, അത് ഇന്നലെ വാങ്ങിച്ചത്. നമ്മൾ കപ്പലണ്ടി മിണ്ടായിരിക്കുക, അത് അവള് പറയട്ടെ. കപ്പലണ്ടി വാങ്ങിക്കുന്നതിന്റെ മുന്നേ മണി അടിച്ചപ്പോൾ നീ എന്തോ വേണമെന്ന് പറഞ്ഞത്? ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് രാത്രി എന്തോ നമ്മള് മേടിച്ചോണ്ട് വന്ന്? അന്ന് രാത്രി എത്ര ഐസ്ക്രീം വാങ്ങിച്ചു? 6. ഞാൻ അന്ന് രാത്രി എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. ഇവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അത് മാംഗോ ബാർ ഇല്ലേ, മാംഗോ ബാർ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാംഗോ ബാർ അല്ല, കോൺ ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഒരു ഫാമിലി പാക്കും വാങ്ങിച്ചു. ഫാമിലി പാക്ക് ഐസ്ക്രീം ഇപ്പോഴും ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇതിത്ര മേടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഒരു തമിഴ് ചേട്ടനാണെങ്കിൽ വണ്ടിയിൽ കൊണ്ടുവന്നു, ഇങ്ങനെ ഉന്തുവണ്ടിയിൽ കൊണ്ടുവന്ന് കപ്പലണ്ടി. അപ്പോൾ ഇവർക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, എന്നാൽ പിന്നെ ഒരു പാക്കറ്റ് അതും കൂടെ മേടിക്കാമെന്ന് പറഞ്ഞ് 30 രൂപയുടെ ഒരു പാക്കറ്റ് അതും മേടിച്ച് കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്തു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിച്ചില്ല. ഐസ്ക്രീമിൻ്റെ എടുക്കാന്ന് വെച്ചാൽ രാത്രി പിള്ളേരെല്ലാം കഴിച്ചു, നമ്മുടെ ഗബ്രൂട്ടനെ ഉൾപ്പെടെ കഴിച്ചു. അതിട്ടാ നെഗറ്റീവ് വരും എന്ന് പേടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ അത് എടുക്കാതെ, അത് പേടിച്ചാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആ വീഡിയോ എടുക്കാതെ ഈ കപ്പലണ്ടിയുടെ വീഡിയോ എടുത്തത്. എല്ലാവരും ഐസ്ക്രീം കഴിച്ചിട്ട് വന്നിട്ട് ഇരിക്കുന്ന സമയം നമ്മളൊന്നും നെഗറ്റീവിന് വേണ്ടി ഇടുന്നതല്ല. പിന്നെ വന്ന് മക്കളെ ഞങ്ങൾ അടിമപ്പണി ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഗബ്രൂട്ടിന് ഡ്രസ്സ് എടുക്കുന്ന സമയത്തെല്ലാം ഇവർക്കും ഡ്രസ്സ് എടുക്കും. ചെയ്തിട്ട് പറയല്ല, ഇനി അതും വേണേൽ പറയും. ഞങ്ങൾ ജസ്റ്റ് ഒരു കാര്യം പറയണം. പക്ഷേ പ്രിൻസിക്കും ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഗബ്രൂട്ടിന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാറില്ല. പക്ഷേ ഗബ്രൂട്ടിന് ഡ്രസ്സ് എടുക്കുന്ന സമയത്തെല്ലാം പ്രിൻസിനും ഡ്രസ്സ് എടുക്കും. അവർക്ക് വിഷമം വരല്ലല്ലോ, ഞങ്ങളുടെ മോനെ എടുത്തിട്ട് അവർക്ക് എടുത്തില്ല എന്ന് പറഞ്ഞ് വിഷമം വരല്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ എടുക്കാറുണ്ട്. പക്ഷേ ഇവർക്ക് എടുക്കുമ്പോൾ ഗബ്രൂട്ടിനെ എടുക്കാറില്ല, കാരണം അവനെ അറിയില്ലല്ലോ. അപ്പം പിന്നെ അതിനകത്ത് വലിയ സീനില്ല. അപ്പം അങ്ങനത്തെ വീഡിയോ ഒരുപാട് ഇട്ടുണ്ട്. പ്രിൻസിക്ക് അന്ന് പോയിട്ട് ചുരിദാർ വേണമെന്ന് പറഞ്ഞ് പ്രിൻസിയുടെ ബർത്ത്ഡേയുടെ അന്ന് ചുരിദാർ എടുത്തു. പക്ഷേ ഗബ്രൂട്ടിന് ഡ്രസ്സ് എടുത്തില്ല. നിങ്ങളത് ശ്രദ്ധിച്ച് കാണുമായിരിക്കും. പക്ഷെ ആരും പറഞ്ഞില്ല ഗബ്രൂട്ടൻ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരാളും കമൻറ്റ് ഇട്ടില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ ഗബ്രൂട്ടൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കമൻറ്റ് വരും, ആ പിള്ളേർക്ക് എന്താ മേടിച്ചു കൊടുക്കാത്തതെന്ന്. അതായത് ഞങ്ങൾ വേർതിരിവ് കാണിക്കുന്നില്ല, പക്ഷെ കമന്റിൽ നിങ്ങളാണ് വേർതിരിവ് കാണിച്ചിട്ട് ഞങ്ങളെ കുറ്റം. ഞാൻ വന്നിട്ട് 4 വർഷമായി. ഈ 4 വർഷമായിട്ട് ഞാനായിട്ട് ഇച്ചാനോട് ചോദിച്ചാൽ അറിയാം. ഇപ്പം എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഓൺലൈനിലായിട്ട് എന്ത് മേടിച്ചാലും പുറത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആർക്ക് ഇച്ചാ ഞാൻ മേടിച്ചുകൊണ്ട് വരാറ്? പ്രിൻസിക്ക് ഇച്ചാ ഇത് മോക്ക് എടുക്കാം, ഇത് ക്രിസ്റ്റീനിക്ക് എടുക്കാമെന്ന് പറഞ്ഞ് ഞാനാണ് ഇച്ചാനെ കൊണ്ട് മേടിപ്പിച്ച് വളയായാലും പൊട്ടായാലും എല്ലാ സാധനങ്ങളും. അതുപോലെ എൻ്റെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാനാണ് അവളെ റെഡിയാക്കുന്നത്, ഒരുക്കുന്നതും വിടുന്നതും എല്ലാം. ഇപ്പോഴും എൻ്റെ ഡ്രസ്സുകൾ ഇപ്പോൾ അവൾക്ക് പാകമായി തുടങ്ങി. ഇപ്പോൾ അവൾ യൂണിഫോം ഉണ്ട് ഇല്ലാത്ത ദിവസം എൻ്റെ ഡ്രസ്സുകളാണ് ഞാൻ ഇപ്പോൾ അവളെ ഇടിയിക്കുന്നത്. എനിക്ക് എൻ്റെ കുറേ ഡ്രസ്സുകൾ ഇപ്പോൾ അവൾക്ക് പാവാം. കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് പാവല്ല, അവൾ വലുതായിക്കൊണ്ടിരിക്കും. പക്ഷെ എനിക്കങ്ങനെ ഒരു വേർതിരിവില്ല. എൻ്റെ ഡ്രസ്സ് എൻ്റെ സാധനങ്ങളോ അവൾക്കെന്നല്ല, ഈ വീട്ടിൽ ഒരാൾക്കും വേർതിരിവില്ല. അങ്ങനെ ഞങ്ങൾക്ക് വേർതിരിവുണ്ടെങ്കിൽ ഈ പിള്ളേർ ഇവിടെ ഞങ്ങളുടെ കൂടെ നിൽക്കത്തില്ല. ഡോറെ കല്യാണം കഴിച്ച് ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്ന പിള്ളേരാ. അത് കഴിഞ്ഞ് ഇവർ അപ്പായും അമ്മയും വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴും മക്കൾ ഇതുവരെയും പോയിട്ടില്ല. ഇടയ്ക്കെങ്കിലും ഇവള് മാത്രമേ ഇടയ്ക്കെങ്കിലും പറയത്തുള്ളൂ എനിക്ക് അങ്ങോട്ട് പോകണം, അവിടെ പോയി നിൽക്കണം എന്ന് പറയുന്നത് ഇടയ്ക്ക് ഇവള് മാത്രമേ ഇടയ്ക്കെങ്കിലും അങ്ങനെ പറയും. പ്രിൻസിന് ഏറ്റവും കൂടുതൽ താല്പര്യം നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ നിർബന്ധപൂർവ്വം പിടിച്ചു നിർത്തിയിരിക്കുക, ഞങ്ങളുടെ ഗബ്രൂട്ടനെ നോക്കാൻ വേണ്ടി പിടിച്ചു നിർത്തിയിരിക്കുക ഒന്നുമല്ല. ഞങ്ങള് വന്നിട്ട് 2 വർഷം നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഞാൻ
ഞാൻ ഡോറ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഒരാളും ഞങ്ങളുടെ കൂടെ നിൽക്കില്ല, ഞങ്ങളുടെ അമ്മയും അച്ഛനും പോലും ഇല്ല, എൻ്റെയോ ഇവളുടെ ആരും ഇല്ല. ഡോറ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്തത്, ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യം നോക്കിയത് 5 മാസം വരെ. അതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടേക്ക് താമസം വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഡോറ ഡെലിവറി കഴിഞ്ഞ് കൊണ്ടുവന്നതിന് ശേഷം അന്നേരവും ആരുമില്ല. ഓക്കെ, ഇവിടെ ഒരു മനുഷ്യനും ഇല്ല ആ സമയത്ത്. ഡോറ അന്നേരം 7 മാസം തളർന്നിരുന്ന് ഗബ്രൂട്ടൻ അന്ന് കൈക്കുഞ്ഞാണ്. ഈ മക്കൾ 2 പേരും ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ഇത്രയും ഹാൻഡിൽ ചെയ്തത്. ഒരാളുടെയും സഹായം വാങ്ങിച്ചിട്ടില്ല, ഒരാളുടെ അടുത്തും പോയി സഹായം ചോദിച്ചിട്ടില്ല, ഒന്നും വന്ന് ഞങ്ങളെ സഹായിക്കുന്ന ഒരാളുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇടയ്ക്ക് പറയും, പ്രിൻസിയോടാണെങ്കിലും പ്രിൻസിനോടാണെങ്കിലും മോനെ നോക്ക്, മോനെ ഒന്ന് എടുക്ക് എന്ന് പറയാറുണ്ട്. ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം അത് അവരുടെ അനിയനാണ്, അവരെടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ വേറെ വ്യത്യാസം കാണിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ വളർത്തുന്നത്. മക്കളടുത്തും പറയുന്നത് അവൻ അനിയനാണ്. അല്ലെങ്കിൽ പ്രിൻസുമായിട്ട് ഇവൾ അടിയിടുന്ന സമയത്ത് ഇവളുടെ അടുത്ത് ഞാൻ പറയും നിൻ്റെ ചേട്ടനാണ്, അവൻ്റെ അടുത്ത് അടിയിടരുത്. പ്രിൻസിനോടും പറയും അവൾ നിൻ്റെ അനിയത്തിയാണ്, അവളുടെ അടുത്ത് അടിയിടരുത്. മക്കൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ 2 പേരെടുത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 2 പേരും തന്നെ വരണം, വേറെ ആരുടെയും കൂടെ വരാൻ നിൽക്കേണ്ട. പ്രിൻസ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വിട്ടിട്ടാണ് ട്യൂഷന് പോകുന്നത്. ഇതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങളുടെ മക്കളെ ഒരു വേറെ വ്യത്യാസവും ഇല്ലാതെ ഒരു ഇതും ഇല്ലാതെയാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. ഇത് ഇത്രയും പറഞ്ഞതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ എൻ്റെ ദൈവമേ, ഒരു കപ്പലണ്ടിക്ക് ഇത്രയും നെഗറ്റീവ് വരുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ്. സത്യം പറഞ്ഞാലേ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ വീഡിയോ ഇടുന്നവർക്കൊന്നും ഒരു ബുദ്ധിയില്ല കേട്ടോ, ഉള്ളത് പറയാം. ഇത് എന്നെ പോലെ ഡോറയെ പോലെ ഈ വീഡിയോസ് ചെയ്യുന്ന ഒരാൾക്കും ബുദ്ധിയില്ല. പക്ഷേ കമൻ്റ് ഇടുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയാണ്. അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണാനുണ്ട്, നല്ല ബുദ്ധിയാണ്. ബാക്കിയുള്ളതൊക്കെ ഓക്കെ. ഇത് പിന്നെ നമ്മൾ ഒരുപാട് തവണ നിങ്ങളടുത്ത് വന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, പലതും പറയുന്ന സമയത്ത് പലതും പറഞ്ഞിട്ടുണ്ട്. ഇവളുടെ പ്രായം ഞാൻ പറയാം. മോൾ എത്ര വയസ്സുണ്ട്? 10 വയസ്സ്. എത്ര ജോലി നീ വീട്ടിൽ ചെയ്യാറുണ്ട്? നമ്മളിവിടെ പണിയെടുപ്പിക്കാറില്ല. ഓക്കെ, ഇതിപ്പം മോളെ ഇരുത്തിക്കൊണ്ട് പറയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ പറയും, ഇനി ചിലപ്പോൾ വേറൊരു കാര്യം പറയും കേട്ടോ, മോളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പറയിപ്പിക്കുന്നതാണെന്ന് പറയും. അങ്ങനെയും പറയും. കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഡോറയുടെ ബർത്ത്ഡേയുടെ അന്ന് ഞാനാണെങ്കിൽ ഡോറയുടെ തലയിൽ കൂടെ മാവിട്ട സമയത്ത് വന്നതാണ്. ഡോറ ഇവിടെ ഒരുപാട് പീഡനം അനുഭവിക്കുന്നുണ്ട്. അവൾക്ക് പുറത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ച് മുന്നോട്ട് പോകുവാണെന്ന്. അങ്ങനെ സഹിച്ചു പോകുന്ന ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവളുടെ അച്ഛനമ്മയും ഇവിടുന്ന് പോകത്തില്ല. ഒരു മരുമോൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും ഇവിടെ എങ്ങനെയാണ് അവളെ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അല്ലെ, ഇവർക്ക് തന്നെ അറിയാം. ഇവള് കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, 10-33 വയസ്സുള്ളൊരു സ്ത്രീയാണ്. അവൾക്കറിയാം ഞാൻ എങ്ങനെയാണ് നോക്കുന്നതെന്നും ഇവിടെ ഉള്ളവരെങ്ങനെയാണ് നോക്കുന്നതെന്നും. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ കമൻസ് ഇടുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഇറിറ്റേഷനും ദേഷ്യവും വരും. ഞാൻ കമൻറ്റ് നോക്കാതിരിക്കുകയാണ്, പക്ഷേ ഞാൻ 2 ദിവസമായിട്ട് നോക്കുന്നില്ല. അല്ല, കമൻറ്റ് ഞാനും നോക്കാതിരിക്കുകയാണ്. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഔട്ട് അവിടെ ഉറപ്പാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. ഇന്നലെ തന്നെ ഞാനൊരു കോഴിക്കാലിലിട്ടപ്പോൾ പലരും ചെയ്തിട്ടിട്ടുണ്ട്. അതായത് വലിയ നല്ല കാശുള്ള വീട്ടിലെ ആൾക്കാർ, നല്ല പണക്കാരായിട്ടുള്ള റീച്ചുള്ള ആൾക്കാർ ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തപ്പം ഒരു പാവം ജീവിയെ കൊല്ലുന്നതും പോരെ അതിൻ്റെ കാലും കൂടെ തിന്നുന്നു. ഇങ്ങനെയാണ് കമൻറ്റ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനകത്തൊന്നും പറയാനായിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യം മാത്രം പറയണം തോന്നി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ മക്കളെ കൊണ്ട് എന്നിട്ട് ചോദിച്ചേക്കാം, എന്താണ് നിൻ്റെ കുഞ്ഞ് വളർന്നല്ലോ, നിൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയല്ലേ അവരെ നീ നിൻ്റെ വീട്ടിൽ നിർത്തിയിരുന്നത്, നിൻ്റെ കുഞ്ഞ് വളർന്നല്ലോ, ഇനിയെങ്കിലും അവരെ വെറുതെ വിട്ടുകൂടെയെന്ന്. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ഗബ്രൂട്ടൻ ഉണ്ടാവുന്നതിന് മുൻപും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ സമയം തൊട്ടേ ഞങ്ങളുടെ മക്കളായിട്ട് കണ്ടു വളർത്തിയിരിക്കും. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ ഒരിക്കലും വന്നിട്ട് ഇത് ഞങ്ങളുടെ മക്കളല്ല എന്ന് പറയാതിരുന്നിരുന്നെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ഇടുമായിരുന്നോ? ഇതിപ്പം ഞങ്ങളുടെ മക്കളല്ല, എൻ്റെ അനിയൻ്റെ മക്കളാണെന്ന് ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ കമൻറ്റ് ഇടുന്നത്. ആ സമയത്ത് പ്രിൻസിനെ ഗബ്രുവിനെ പോലെ പ്രിൻസിയും ഞങ്ങളുടെ തന്നെ സ്വന്തം മക്കളാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതിങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ ഗബ്രൂട്ടനെ ആണെങ്കിലും ഒന്നും പറയുന്നില്ല. ഗബ്രൂട്ടനെ ഞങ്ങൾ അത് മേടിച്ചു കൊടുക്കുന്നില്ല, ഇത് മേടിച്ചു കൊടുക്കുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല നിങ്ങൾ പറയാറില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ പ്രിൻസിനും ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, പ്രിൻസിനെയും ഞങ്ങൾ നോക്കുന്നില്ല, കാണുന്നില്ല. ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക്
അതായത് നിങ്ങൾ കൂടുതലും വീഡിയോസിലൂടെയാണല്ലോ ഞങ്ങളെ വിലയിരുത്തുന്നത്. അപ്പോൾ ആ വീഡിയോസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിൻസിനെയും ഞങ്ങൾ നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ മക്കളെ നമ്മളാണെങ്കിൽ പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച് നിർത്തിയിരിക്കുകയാണെങ്കിൽ ആ മക്കൾ ഒരിക്കലും ചിരിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കത്തില്ല. ഒരു കാലത്തും ചിരിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കത്തില്ല. പ്രിൻസിനെയും ഞങ്ങളുടെ കൂടെ എങ്ങനെയാണ് നിൽക്കുന്നതെന്നും എത്രത്തോളം സന്തോഷത്തോടാണ് അവർ ജീവിക്കുന്നതെന്നും നമ്മളിടുന്ന വീഡിയോസ്, നിങ്ങൾ വിലയിരുത്തുന്ന വീഡിയോസിൽ തന്നെ കാണാൻ നിങ്ങൾക്ക് പറ്റും. ഇത് സത്യം പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണെന്ന് ഞാൻ കഴിച്ചിച്ചാൻ്റെ അടുത്ത് പറഞ്ഞത്. മക്കൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് മറ്റു പലർക്കുമാണ് ഇഷ്ടമല്ലാത്തത്, മറ്റു പലർക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു പലർക്കും അത് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് എൻ്റെ റീസൺ എടുത്താൽ, പക്ഷേ മക്കൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങൾക്കൊരു ആശ്വാസം തന്നെയാണ്. ഞങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം എന്നതിനേക്കാൾ ഉപരി ഞങ്ങൾക്കൊരു ആശ്വാസം തന്നെയാണ് മക്കൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. കാരണം വീട്ടിലൊരു വായും ബഹളവും കേൾക്കും, വീട്ടിനൊരു അനക്കമുണ്ട്, എന്താ പറയുക, നമുക്കൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്യാറുണ്ട് നമ്മുടെ കൂടെ ചുറ്റും ആൾക്കാരുള്ളപ്പം. അതുകൊണ്ട് തന്നെയാണ് മക്കൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. പിന്നെ അവർ ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ സന്തോഷമുണ്ട്, ഇഷ്ടമുണ്ട്, സ്വന്തം മക്കളാണ്. ഞങ്ങളിതുവരെ നിങ്ങൾ പറയുന്ന രീതിയിൽ വേറെ വ്യത്യാസം കാണിക്കാനോ അല്ലെങ്കിൽ മക്കളെ രണ്ടായിട്ട് കാണാനോ ഇതുവരെ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഇവിടെ എന്ത് സാധനം മേടിച്ചാലും അത് അവർക്കും കൂടെ അവകാശപ്പെട്ടാണ്, അവർക്കും കൊടുക്കാറുണ്ട്. ഞാൻ ഇവിടെ എന്ത് മേടിച്ചാലും മക്കൾക്കും കൂടെ, അതായത് ഞങ്ങളന്ന് ബീച്ചിൽ പോയ സമയത്ത് ഗബ്രൂട്ടനൊരു ബക്കറ്റ് മേടിച്ച് പ്രിൻസിക്കും കൂടെ ഒരെണ്ണം ചേർത്ത് മേടിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇതുവരെയും പ്രിൻസിക്ക് കളിപ്പാട്ടം വാങ്ങിക്കുന്ന സമയത്ത് ഗബ്രൂണിന് ഞങ്ങൾ കളിപ്പാട്ടം വാങ്ങിച്ചിട്ടില്ല. കാരണം അവൻ അറിവില്ലല്ലോ, അവൻ അങ്ങനെ വിഷമം വരുത്തില്ല. പ്രിൻസിക്ക് വിഷമം വന്നാലോ, പ്രിൻസി കളിപ്പാട്ടം കളിക്കുന്ന പ്രായമാണ്, പ്രിൻസിന് പിന്നെയും വലിയ കുഴപ്പമില്ല, പ്രിൻസിന് പ്രായമായല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനെ ഓരോന്ന് നോക്കിയാണ് ചെയ്യുന്നത്. എൻ്റെ മക്കൾക്ക് വിഷമം വരരുത്, എൻ്റെ മക്കൾക്ക് സങ്കടം വരരുത് എന്ന് നോക്കി ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളിങ്ങനെ പറയുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് തനിയെ ആലോചിക്കും, ഇതെന്ത് ഇങ്ങനെ പറയുന്നത്. എന്തെങ്കിലും പ്രോഗ്രാം ആയപ്പോഴും നടക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പറയാം, വല്യപ്പ എനിക്ക് ആ ഡ്രസ്സ് വേണം, വല്യപ്പ എനിക്ക് ഇത് വേണമെന്ന് പറയുമ്പോൾ ഇച്ചാൻ ആ സ്പോട്ടിൽ തന്നെ പോയി മേടിച്ച് ആ ഡ്രസ്സായാലും ഇപ്പം ഓണം വന്നല്ല, ഓണത്തിൻ്റെ പരിപാടിക്കായാലും ക്രിസ്മസിൻ്റെ പരിപാടിക്കായാലും അന്ന് മറ്റ് ഫുട്ബോളിന് പ്രോഗ്രാമുള്ള സമയത്ത് അതിൻ്റെ ജേഴ്സി വേണം പറഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ ഇച്ചാൻ മേടിച്ചത് കൊടുത്തിട്ടുകൊണ്ട് പോയി. കാരണം അവർ നമ്മുടെ അടുത്ത് പറയും, നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എങ്ങനെയും മേടിച്ച് അവർക്ക് കൊടുക്കും, അവരെ ഹാപ്പിയാക്കാനായിട്ട്. എന്ത് കാര്യവും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നോക്കിയും കണ്ടും തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ അമ്മ എപ്പോഴും പറയും, എൻ്റെ അനിയനില്ലെങ്കിലും അവൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാനെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. സത്യം തന്നെയാണ്, ഞങ്ങൾ അങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് ഒന്ന് വലിയ വലിപ്പം പറയാൻ വേണ്ടി ഇത് പറയുന്നില്ല. നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന പലതും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷേ മനഃപൂർവ്വം നമ്മളെ ആക്ഷേപിക്കാൻ വേണ്ടിയും തരം താഴ്ത്താൻ വേണ്ടിയിട്ടും താറ്റ് കെട്ടാൻ വേണ്ടിയിട്ടും എല്ലാം മനഃപൂർവ്വം ഇടുന്ന കമൻ്റായിട്ട് എനിക്കിത് പലതും തോന്നുന്നത്. കാരണം വെച്ചാൽ ഒന്നുമില്ല, സത്യം പറഞ്ഞാൽ ഒരു കപ്പലണ്ടി മേടിച്ച് ഒരു പാക്കറ്റ് കൊണ്ടുവന്ന് കൊടുത്തു, എല്ലാവരും കൂടെ വെച്ച് കഴിച്ചു. ഞാനൊരു കാര്യം ചോദിട്ടെ, ഒരു വീട്ടിൽ 5 അംഗങ്ങളുണ്ട്, 5 അംഗങ്ങൾക്കും സെപ്പറേറ്റ് ഓരോന്ന് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരതും കൊണ്ട് അവരുടെ പാട്ടിന് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. ഞാൻ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 മക്കൾ, പപ്പ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും സെപ്പറേറ്റ് ഓരോന്ന് മേടിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളതും എടുത്തുകൊണ്ട് മുറ്റത്തോട്ട് പോവും, അല്ലെങ്കിൽ അവിടെ പോവും, ഇവിടെ പോവും, റൂമിൽ പോയിരിക്കും, ഹാളിൽ പോയിരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ ഒരു സാധനം ഒന്നിച്ച് മേടിച്ചിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്തത് കഴിക്കുമ്പോണ്ടല്ലോ, അവിടെ കുറച്ച് നേരം ഇരുന്നൊരു കമ്മ്യൂണിക്കേഷൻ വരും. ഞാൻ അതിനാണ് ശ്രമിക്കുന്നത്. എൻ്റെ മക്കൾ കൂടുതലും ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ കൂടുതലും ഞങ്ങളോട് സംസാരിക്കണം. ഇപ്പം ഞാൻ ഇവളടുത്ത് പറയാറുണ്ട്, പ്രിൻസി പെൺകുട്ടിയാണ്, അപ്പം എൻ്റെ അടുത്ത് പറയാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഇവളോട് പറയാൻ പറ്റും. അപ്പം ഇവളടുത്ത് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, നീ കൂടുതൽ അവളായിട്ട് സഹകരിക്കണം. അപ്പോൾ ഇവൾ അതുപോലെ തന്നെയാണ്, അവളടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഓരോ കാര്യങ്ങൾ നോക്കണം എന്ന് പറയും. ഇതെല്ലാം നമ്മൾ നമ്മുടെ സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മളുമായിട്ട് മക്കൾ കൂടുതൽ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇവിടെ ഞാൻ പറയാം, പണ്ട് പഠിക്കാത്തതിന് ഞാൻ അടിക്കാറുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല, നേരത്തെ ഞാൻ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ മക്കൾ വളർന്നതിന് ശേഷം അവർ അച്ഛനമ്മയും ഉള്ള സമയത്താണ് ഞാൻ കൂടുതൽ അടിച്ചിട്ടുള്ളത്. അവർ അച്ഛനമ്മ ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് 2.5 വർഷമായി. ഈ 2.5 വർഷത്തിനിടയ്ക്ക് വളരെ ചുരുക്കമായിട്ട് മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് അടി മേടിച്ചിട്ടുള്ളൂ മക്കൾ. അല്ലാതെ ഞാൻ അടിക്കാൻ നിന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അടിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്നറിയോ, ഞാൻ അവരെ ഇപ്പോൾ പഠിക്കാത്തതിന് അടിച്ചാലും അല്ലെങ്കിൽ കുറ്റം കാണിച്ചു കഴിഞ്ഞാൽ അടിച്ചാൽ അവർക്ക് വിഷമം വന്നാലോ, അവരച്ഛനമ്മ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് അടിക്കുന്നതെന്ന് തോന്നി അവർക്ക് വിഷമം വന്നാലോ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ അടിക്കാറ് പോലും ഇല്ല. ഞാൻ മക്കളുടെ അടുത്താണെങ്കിൽ പറയുന്നത് അതിന് ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞാൽ വടിയെടുക്കുക എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഞാൻ നിർത്താറേ ഉള്ളൂ. പക്ഷെ പണ്ട് അവർ അച്ഛനമ്മയോടുള്ള സമയത്ത് ഞാനായിരുന്നു പഠിപ്പിക്കാതിരുന്നത് ഞാനായിരുന്നു. അപ്പം ഞാൻ പഠിക്കാത്തതിന് ഇവരുടെ അമ്മ സിനി ഉൾപ്പെടെ പറയും, ചേട്ടായി
ഒന്ന് പേടിപ്പിച്ചു, ചേട്ടാ ഒരു വടി എടുത്തവർ അടിച്ചേരെ, ഇവർ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് ഇവരുടെ അമ്മയാണ് ഇച്ചാൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഞാൻ വന്നപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്. അന്നും ഇന്നും ഇവിടെ പേടിയുള്ളത് ഇച്ചാനെ മാത്രമേ ഉള്ളൂ. അനുസരണയും പേടി. ഇച്ചാൻ പറഞ്ഞാൽ അവർ പെട്ടെന്ന് കേൾക്കും, അവർക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് കുറ്റക്കേട് കാണിച്ചു. എൻ്റെ അടുത്ത് പേടി മാത്രമല്ല, പ്രിൻസിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓടി വന്നിട്ട് ഞാൻ ആ സ്കൂളിൽ വിളിക്കാൻ പോകുന്നത് ചിലപ്പോൾ നേരത്തെ വിളിക്കാൻ പോകുമായിരുന്നു, ഇപ്പം വിളിക്കാൻ പോകാറില്ല. ഇപ്പം പ്രിൻസ് കൂട്ടിക്കൊണ്ടുവരും. അപ്പം ഞാൻ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് വിളിക്കാനായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഇവിടെ ഇറങ്ങി വരുമ്പോഴേ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ വലിയപ്പ നാളെ പരിപാടി ഉണ്ട്, ഇന്നത് വേണേ, വലിയപ്പ നാളെ ഒന്ന് ഒരുക്കി തരണേ, നാളെ വലിയപ്പ സ്കൂളിൽ വരണേ, നാളെ വലിയപ്പ സ്കൂളിൽ വന്ന് വീഡിയോ എടുക്കണേ എന്നോടാണ് ആദ്യം പറയുന്നത്. കാരണം ഞാൻ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടിരുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് ഇവരടുത്ത് പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞങ്ങൾ പേടിപ്പിച്ച് ബഹളം വെച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണെങ്കിൽ പിള്ളേർ ഞങ്ങളുടെ കൂടെ എങ്ങനെയായിരിക്കും നിൽക്കുന്നത്? ഇക്കാര്യങ്ങളൊക്കെ പറയാൻ അവർക്ക് ധൈര്യം വരുമോ? അതുപോലെ ഇപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവളോട് ചോദിച്ചു നോക്കാം. അവൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവൾ ആദ്യം വന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്താണ്. അവളുടെ അപ്പാപ്പനും അമ്മാമ്മയും അപ്പുറത്തുണ്ടായിരുന്നു, അവളുടെ അച്ഛനും അമ്മയും ഉണ്ട്. ഫോൺ വിളിച്ച് അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർ കേൾക്കും. പക്ഷെ അവരുടെ അടുത്ത് ആരും പറയില്ല, ഞങ്ങളുടെ അടുത്തേ വന്ന് പറയത്തുള്ളൂ. എന്തുകൊണ്ടാണ്? ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുള്ളതുകൊണ്ട്. അവൾക്ക് ടൂറ് പോകണമായിരുന്നു. ടൂറ് പോകണം. അവളുടെ അച്ഛനമ്മ എല്ലായിടത്തും പോയി പറഞ്ഞത്. അവരച്ഛൻ്റെ അമ്മയുടെ അടുത്തല്ല പെർമിഷൻ ചോദിച്ചത്, അവരച്ഛൻ്റെ അമ്മയുടെ അടുത്തല്ല പൈസ ചോദിച്ചത്, ഞങ്ങളുടെ അടുത്ത് വന്നാട്ടോ ചോദിച്ചത്. കാരണം എന്താ? ഞങ്ങൾ കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ വിടുമെന്ന് അവൾക്ക് ഉറപ്പുള്ളതുകൊണ്ട്. അങ്ങനെ മക്കൾക്കൊരു വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ആ രീതിയിലായിരിക്കണം മക്കളുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ആ രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് അവരെന്തെങ്കിലും ചോദിച്ചു ഞങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അവർക്കൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറയുകയും ചെയ്യുന്നത്. അതിൽ തന്നെ മനസ്സിലാക്കാം മക്കൾക്ക് ഞങ്ങളോടുള്ള വിശ്വാസം സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന്. പക്ഷേ ഈ കാണുന്ന ആൾക്കാർക്ക് അതൊന്നും ഒരു കാര്യമല്ല. അതൊന്നും അവർക്ക് അറിയേ വേണ്ട, അതൊന്നും അവർക്ക് മൈൻഡാക്കിയേ വേണ്ട. അവർക്ക് ഇങ്ങനെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പോൾ വരുന്ന കുറച്ച് കമൻറ്റുകളാണ്, ഇത്രയും നാളും വേറെ പലതും പറഞ്ഞാൽ കമൻറ്റ് ഇട്ടുണ്ട്. ഇപ്പോൾ വരുന്ന കമൻറ്റാണ് നെഗറ്റീവ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം വീഡിയോ എടുത്തിടുന്നതാണ്. ഏതെങ്കിലും വ്യക്തികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തിടുന്നത്. നമുക്ക് ഓൾറെഡി അത്യാവശ്യം നല്ല റീച്ച് തന്നെ ഉണ്ട്, നല്ല രീതിയിലുള്ള സപ്പോർട്ടേഴ്സ് നമുക്കുണ്ട്, ഇല്ലയെന്ന് ഒരിക്കലും പറയത്തില്ല. നല്ല രീതിയിൽ ഞാനന്ന് ലൈവ് പോയ സമയത്ത് ഒരുപാട് നല്ല ആൾക്കാർ വന്നു. ഞാൻ ഡോറയില്ലാതെ ഞാൻ തനിയെ ലൈവ് പോയിട്ടും അത്രയും സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു ലൈവിൽ. അത്രയും ആൾക്കാർ വന്നു. ഏതാണ്ട് 1K മേളിൽ നമുക്കാണെങ്കിൽ അന്ന് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു ലൈവിനകത്ത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടേഴ്സ് അല്ലാതെ തന്നെ ഉണ്ട്, അല്ലാതെ തന്നെ നമുക്ക് ഒപ്പം നിൽക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ നെഗറ്റീവ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നെഗറ്റീവിന് വേണ്ടി മാത്രം വീഡിയോ എടുത്തിടുന്നത്? അങ്ങനെ നെഗറ്റീവ് ഇമേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ഞങ്ങൾ ആക്ഷേപിക്കത്തില്ലേ ഉള്ളൂ, കളിയാക്കത്തില്ലേ ഉള്ളൂ. അത് മനഃപൂർവ്വം ഞങ്ങൾ ഉണ്ടാക്കുമോ? എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. ഇതിങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ റീസൺ പോലും എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ മാസത്തിൽ 1 തവണ അല്ല 2 തവണയെങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറുന്ന വ്യക്തികൾ, അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കഴിയുന്ന കുടുംബം. ഞങ്ങൾ മറ്റുള്ള സമൂഹത്തിന് മുൻപിലേക്ക് ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ തന്നെ ഒരു നെഗറ്റീവ് ഇമേജ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താ പറയുക, ഒട്ടും തന്നെ അങ്ങോട്ട് ഇതാക്കാൻ പറ്റുന്നില്ല. ഒട്ടും തന്നെ ഇതാക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാവേ, ഒരു വിക്ടിം കാർഡൊന്നും ഇറക്കുമല്ല, പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ പൈസ ഇല്ലാത്തവർ, ഞങ്ങൾ ഇതുപോലെ ഒരു കുടിലിൽ കഴിയുന്ന ആൾക്കാർ, അപ്പം നിനക്കൊക്കെ എന്തിനാണ് സോഷ്യൽ മീഡിയ, നീയൊക്കെ എന്തിനാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, നിനക്കൊക്കെ ഇതിൻ്റെ ആവശ്യം എന്താ? പിന്നെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ ഞാൻ പറയണേ, വയ്യാത്തൊരു പെണ്ണിനെ കെട്ടിയിട്ട് അവളെ വിറ്റ് കാശാക്കാനല്ലേ നീ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്? വയ്യാത്തൊരു പെണ്ണിനെ വെച്ച് റീച്ച് ഉണ്ടാക്കാനല്ലേ നീ ശ്രമിക്കുന്നത്? നിനക്ക് ജോലിക്ക് പോയിക്കൂടെ? നീ പണം ഉണ്ടാക്കാൻ വേറെ എന്തെല്ലാം വഴിയുണ്ട്? ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ. ഒരെങ്കിലും ചോദിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്ന് അപ്പോൾ പറയും ഗബ്രൂട്ടന് വേണ്ടി അന്ന് പൈസ ചോദിച്ചാൽ. അത് നടന്നിട്ട് ഇപ്പോൾ 2 കൊല്ലം ആകാറായി. കഴിഞ്ഞ വർഷമായിരുന്നോ? കഴിഞ്ഞ വർഷം, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം മെയ് 1-ാം തീയതി, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം മെയ് 1-ാം തീയതി നടന്ന സംഭവം. ഈ വർഷം മെയ് 1 ആകുമ്പോഴത്തെ 2 വർഷം തികയും. കറക്റ്റ് 2 വർഷം തികയും. കഴിഞ്ഞു, 2.5 വർഷമായി. 2.5 വർഷം ആകാറായി. ആ സമയത്ത് നടന്ന സംഭവമാണ്. ഇത്രയും കൊല്ലമായിട്ടും അതിൻ്റെ ഒരു പേരുദോഷം ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ കാര്യം എടുത്ത് അന്നേരം ഇടും. നീ അന്ന് വന്ന് കൈ നീട്ടില്ല. അന്ന് വന്ന് കൈ നീട്ടേണ്ട അവസ്ഥ എനിക്ക് വന്നതുകൊണ്ട് കൈ നീട്ടി. ഇപ്പം ദൈവം സഹായിച്ച് അങ്ങനെ ഒരു അവസ്ഥ എനിക്കില്ല. കാരണം ഞാൻ വരാതിരിക്കട്ടെ, ഞാൻ അല്ലാതെ തന്നെ ഇപ്പം പൈസ ഒപ്പിക്കുന്നുണ്ട്. അന്നെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഡോറ അന്ന് 7 മാസം തളർന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് ആ സമയം അങ്ങോട്ട്, അതായത് നമ്മൾ ന്യൂട്രീഷൻ ഡോക്ടറെ കാണിച്ച് അങ്ങോട്ട് നടന്ന് തുടങ്ങിയ സമയം ഒരുപാട് പൈസ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമുക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, വീഡിയോ ഇടാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ പെട്ട അവസ്ഥ. പലരും ആ സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും നമുക്കൊന്നും ആവുന്നില്ല. ഇവരുടെ മെഡിസിൻ ആണെങ്കിലും ഹോസ്പിറ്റലിൽ പോക്ക്, രാവിലെ ഹോസ്പിറ്റലിൽ പോകും, ഉച്ചയ്ക്ക് തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓരോ ദിവസവും ചിലവ് എത്രത്തോളം ഉണ്ടെന്ന്. മക്കളുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. അത്യാവശ്യം നല്ല ഇഴഞ്ഞ് ജീവിച്ചൊരു സമയമാണ്. ആ സമയത്ത് ആ ഗബ്രൂട്ടനാണെങ്കിൽ പൊള്ളലും പറ്റുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം ഇടയ്ക്കൂടെ നമുക്ക്
അതിനും കൂടെ പൈസ കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഹെൽപ്പ് ചോദിച്ചത്. ആ ഹെൽപ്പ് ചോദിച്ച് അത് അവിടെ കൊണ്ട് തീർന്നു. എൻ്റെ മോനെ ആണെങ്കിൽ അന്ന് ഒരുപാട് പേര് സഹായിച്ച് സർജറി ചെയ്ത് നല്ല രീതിയിൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞിരിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കാൻ എനിക്ക് പറ്റി. അതിൽ ഒരുപാട് ആൾക്കാരോട് നന്ദിയുണ്ട്. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ സഹായം ചോദിച്ചതുകൊണ്ട് എനിക്ക് വേറൊരു കാര്യത്തിനും പ്രതികരിക്കാൻ പറ്റത്തില്ല, എനിക്ക് വേറൊരു കാര്യത്തിനെ കുറിച്ചും സംസാരിക്കാൻ പറ്റത്തില്ല, എനിക്ക് വേറൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും ഞാൻ പറയാണ്, നീ അന്ന് വന്ന് ഇറന്നേ ഇല്ലേ, അന്ന് നിനക്ക് ഈ ഒരു ഇതില്ലായിരുന്നല്ലോ, ഇപ്പോഴാണല്ലോ നിനക്ക് ഈ തൻ്റെ ഇടം വന്ന പണം കയറിയതിൻ്റെ അഹങ്കാരമാണ്, ഇതാണ് ചോദിക്കുന്നത്. ഒരു മനുഷ്യന് വ്യക്തിത്വം ഇല്ലയോ, ഒരു മനുഷ്യന് അഭിപ്രായം ഇല്ലയോ, ഒരു മനുഷ്യൻ്റെ കാര്യങ്ങൾ, അതായത് എന്നെക്കുറിച്ച് ഞാനല്ലാതെ വേറെ ആരെങ്കിലും വരുമോ സംസാരിക്കാൻ? എൻ്റെ കുടുംബത്തിനെക്കുറിച്ച് ഞാനല്ലേ സംസാരിക്കേണ്ടത്? ഇതൊന്നും ചിന്തിക്കില്ല, ഇതൊന്നും ആർക്കും അറിയുകയും വേണ്ട, ഇതൊന്നും ആർക്കും സംസാരിക്കുകയും വേണ്ട. ഇത്രയും പറയേണ്ടി വന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ആ കപ്പലുണ്ട്, അത് ഞങ്ങളുടെ മൈൻഡിൽ പോലും ഇല്ലാത്തൊരു സംഗതിയാണ്, ഞങ്ങൾ ചിന്തിക്കാത്തൊരു സംഗതിയാണ്. ഇപ്പോൾ പോലും എന്താ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപേ പ്രിൻസിന് ഉള്ള കാപ്പി ഉണ്ടാക്കി പ്രിൻസിനെ ട്യൂഷന് കൊണ്ട് ആക്കിയിട്ട് വന്നിട്ട് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. പ്രിൻസി ഇപ്പം റെഡി ആവണം, 9 മണി ആവാറായി. പ്രിൻസി കുളിക്കാൻ കയറുക, അവൾക്ക് ഇനി റെഡി ആവണം സ്കൂളിൽ പോകാനായിട്ട്. മോളെ സ്കൂളിൽ വിട്ടിട്ടാണ് 10 മണിക്ക് അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ, ഹോസ്പിറ്റലിൽ 10 മണിക്ക് നിൽക്കണം എന്ന് പറഞ്ഞാൽ 9:30 ആകുമ്പോഴാണ് മോള് സ്കൂളിൽ പോകുന്നത്. മോളെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വേണം ഇനി ആ വഴിക്ക് ഞങ്ങൾ പോകാനായിട്ട്. അവിടെ എത്തുമ്പോൾ 10:30 കഴിയും. കൊണ്ടുപോകണം, ഇവിടെ ആരും ഇല്ല, പപ്പായ ഇന്ന് പോയി. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഓരോ ദിവസം ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടി കഴിയുന്ന ആൾക്കാരാണ്, ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത്. ആ ഞങ്ങളെക്കുറിച്ചിട്ട് ഇതുപോലെ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇത് ഓർത്തിരുന്ന് കരയാനോ പിടിക്കാനൊന്നും സമയമില്ല. പക്ഷെ ഞങ്ങളിരുന്ന് ചിന്തിക്കും, എന്തിനായിരിക്കും ഇങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്, നമ്മളങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ, അങ്ങനെ ഒരു മൈൻഡേ നമുക്കില്ല. പിന്നെ എന്തിനായിരിക്കും ഇങ്ങനെ പറയുന്നത്? ഞങ്ങൾ ഇവിടെ നിന്ന് ചിന്തിക്കുന്നൊരു കാര്യമാണ് ഇതൊക്കെ. എന്താ പറയുക, ഒന്നും അറിയില്ല. ഇങ്ങനെ ആൾക്കാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നാലേ ഒരു സമാധാനം കിട്ടത്തുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് പ്രിൻസും ഞങ്ങളുടെ സ്വന്തം മക്കളായിരുന്നു, ഒരിക്കലും നിങ്ങൾ പറയത്തില്ല. അത് ഞാൻ കഴിഞ്ഞ സിച്ചാന്റെ അടുത്ത് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അതാ, പ്രിൻസും ഞങ്ങളുടെ സ്വന്തം മക്കളായിരുന്നു, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറയത്തില്ല. അതുപോലെ ഞാനെന്ത് പാത്രം കഴിച്ച് ഞാൻ പണി ഏൽപ്പിച്ചു എന്നും പറഞ്ഞ് പറയുന്നുണ്ട്. എത്ര എടുത്ത് ഇതിലും ജോലികൾ ചെയ്യുന്ന പിള്ളേരുണ്ട്. ഇച്ചാനൊക്കെ ഇതിലും ചെറുപ്പത്തിലോട്ട് ജോലി ഇവിടെ ചെയ്തിട്ടുണ്ടോന്ന്. ഞാനൊക്കെ ആണെങ്കിൽ 3-ലും 4-ലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്വന്തം വീട്ടിൽ ഞങ്ങളുടെ തുണി കഴുകിയിടും. എന്റെ മക്കൾ ഇതുവരെ തുണി കഴുകാൻ പോലും പഠിച്ചിട്ടില്ല. ഇല്ല, അവളാകെ ഇവിടെ ചെയ്യുന്ന അന്ന് ഞാൻ തൂത്ത് വെച്ചത് അവള് ഡസ്പാനും കൊണ്ട് കോരി കളഞ്ഞതേ ഉള്ളൂ, അല്ലാതെ അവൾ ഇവിടെ മൊത്തം തൂത്തുവാരി കളഞ്ഞല്ല. പക്ഷെ അതിനകത്തും ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ കമന്റ് വന്നപ്പോഴാണ് അറിയുന്നത്, അയ്യോ പാവം കൊച്ച് അവിടെ മൊത്തം തൂത്തിട്ടത്. ഞാൻ തൂത്തിട്ട് കൂട്ടി വെച്ചപ്പോൾ ഞാൻ റെഡി അതൊന്ന് വാരി കളയാമെന്ന് ഞാൻ ചോദിച്ചിട്ട് കളഞ്ഞ. അതുപോലെ അതിന് മുന്നേ ഉള്ള എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി. അപ്പോൾ എന്തോ ഒരു പാത്രം 2 കിടന്നു, അതാണ് അവൾ കഴുകിയുള്ളൂ എന്ന് കരുതി. ഇപ്പം അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളായതുകൊണ്ടാണ് പറയുന്നത്. സ്വന്തം അച്ഛനും അമ്മയെ ചെയ്യിപ്പിച്ചെങ്കിൽ ഒരിക്കലും പറയത്തില്ല. അതിനകത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കൾ കഴുകാറുണ്ട്, എൻ്റെ മക്കൾ ചെയ്യാറുണ്ടെന്ന്. പക്ഷെ അതൊന്നും ആരും വിലക്കെടുക്കുന്നില്ല. ചെയ്യിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതും ഞാൻ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് മനഃപൂർവ്വം ഞങ്ങളെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നു. എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെ തന്നെയാണ്. അതായത് ഞങ്ങൾ വേർതിരിവ് കാണിക്കുന്നില്ല, പക്ഷേ ഈ കമന്റ് ഇടുന്നവർ എന്തായാലും വേർതിരിവ് കാണിക്കുന്നു. കാരണം ഇത് ഇവൻ്റെ അനിയൻ്റെ മക്കളല്ലേ, അപ്പം അവൻ അങ്ങനെ ആയിരിക്കും നോക്കുന്നത്. അത് അങ്ങനെ അവരങ്ങ് മൈൻഡ് സെറ്റ് ആക്കി വെച്ചു, അവരതങ്ങനെ തീരുമാനിച്ചു. നമുക്ക് അങ്ങനെ ഇല്ലെങ്കിലും അവരത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് പറയണം, അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം പറയുന്നത്. അത് ഉറപ്പാണ്, അങ്ങനെ തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. നീ എടുക്കുക. അപ്പോൾ ഇതൊന്ന് പറയണം തോന്നുന്നു കേട്ടോ. നമ്മളിവിടെ നെഗറ്റീവിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ വീഡിയോസ് കാണാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം. ഒരാൾ വന്ന് ഇന്ന് കമൻറ്റ് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടേ, ഒരു ഷീജ എന്നാണെന്ന് തോന്നുന്നു പേര്. സ്ഥിരം നെഗറ്റീവ് ഇടുന്ന ഒരു വ്യക്തി കേട്ടോ. ഒരു 36 കമൻറ്റ് ഇട്ടുണ്ട്, 36 കമൻറ്റ് നെഗറ്റീവാണ്. ആ വ്യക്തി ഒന്ന് ചോദിക്കുക, ഇവരുടെ വീഡിയോസ് എനിക്ക് കയറി വരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തോ ചെയ്യണം. ഞാൻ അതിന് മറുപടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്താൽ മതിയെന്ന്. നമ്മുടെ വീഡിയോസ് കാണാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർ, നമ്മളെ കാണുമ്പം അറപ്പ് തോന്നുന്ന ആൾക്കാർ, പ്ലീസ് ബ്ലോക്ക് മീ. ഓക്കെ, ഞങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയേരെ, ഒരു കുഴപ്പമില്ല. ഞങ്ങളെ ബ്ലോക്ക് ചെയ്തോ, ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, അടുക്കളയിൽ പാത്രങ്ങൾ വെക്കുന്ന സമയത്തുള്ള സംഗതി. ഞങ്ങളുടെ അടുക്കള എത്രത്തോളം ചെറുതാണെന്ന് നിങ്ങൾക്കറിയാം. പാചകം ചെയ്യുന്ന സമയത്ത് ഇവൾ പാചകം ചെയ്യുന്ന സമയത്ത് എല്ലാ സാധനവും ഇവളടുത്ത് എടുത്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഇവക്ക് പാചകം ചെയ്യാൻ പറ്റൂ. ഇവക്ക് കൈ എത്തിച്ച് ഇവിടുന്നോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഡ്രോ തുറന്ന് സാധനങ്ങൾ ഇവക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം സാധനങ്ങൾ മുഴുവനും ഇവളുടെ അടുത്ത് നമുക്ക് എടുത്തു വെച്ച് കൊടുക്കണം. ഇവൾ ഓരോ പാത്രം, ചേട്ടാ ചായ മാവ് കലക്കാൻ വേണ്ടിയിട്ട് ആ പാത്രം വേണേ, ചായ ഇടാൻ വേണ്ടി ഈ പാത്രം വേണേ, അരി കഴുകാൻ വേണ്ടി ആ പാത്രം വേണേ, മീൻ വെട്ടാൻ വേണ്ടി ഈ പാത്രം വേണേ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പാത്രങ്ങളെല്ലാം എടുത്ത് അടുത്തുകൊണ്ട് വയ്ക്കും. വളരെ
ഇടുങ്ങിയ ഒരു അടുക്കളയാണ്, സ്പേസ് ഒരുപാടില്ല. അപ്പം നമ്മൾ ഈ പാത്രങ്ങൾ എടുത്ത് വെച്ച് കൊടുക്കുന്ന സമയത്ത് പാത്രം എടുത്ത് കഴിഞ്ഞാൽ അടുക്കള നിറഞ്ഞു. പിന്നെ സ്ഥലമില്ല അവിടെ. അതിൻ്റെ ഇടയ്ക്ക് പൊടി വെച്ച് കൊടുക്കണം, ഇത് മസാല പൊടികൾ വെക്കണം, എണ്ണ വെക്കണം, ബാക്കിയുള്ള സാധനങ്ങൾ, തവികൾ, കത്തികൾ ഇതെല്ലാം അടുത്തായിരിക്കണം ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അടുത്ത് വെച്ചെങ്കിൽ ഇവർക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ അടുക്കള അത്രയും ചെറുതായതുകൊണ്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നിങ്ങളുടെ കൈ നീളുന്ന പോലെ, നിങ്ങളുടെ കൈ പൊങ്ങുന്ന പോലെയോ ഡോറെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, അങ്ങനെ വിലയിരുത്തരുത്. കാരണം വെച്ചാൽ നിങ്ങളുടെ കൈ നീട്ടി എടുക്കാൻ പറ്റുന്ന പോലെ, നിങ്ങൾക്ക് ഉയർത്തി കയറി എടുക്കാൻ പറ്റുന്ന പോലെ ഒരിക്കലും ഡോറയ്ക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ ഡോറ എടുത്ത് വെച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഡോറയ്ക്ക് പരിവാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, മീൻ വെട്ടുന്നതിൻ്റെ കാര്യം. മീൻ വെട്ടുന്ന കാര്യം, എനിക്ക് ജോലി ഉണ്ടെങ്കിൽ, എനിക്ക് എൻ്റേതായിട്ടുള്ള ജോലികൾ വരുമ്പോൾ ഞാൻ അതിനോട്ട് പോകുമ്പോൾ ഡോറയാണ് മീൻ വെട്ടുന്നത്. ഡോറ മീൻ വെട്ടുമ്പോൾ ഉള്ളൊരു സംഗതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ വെട്ടുന്ന പോലെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, നിരപ്പുള്ള മോനു ചുമ്മാ ഇരിക്കും, നിരപ്പുള്ള തറയിലെ ഡോറയ്ക്ക് നടക്കാൻ പറ്റും. മോനെ അബ്ബ വീഡിയോ എടുക്കുക, വാ വയ്ക്കാതെ. നിരപ്പുള്ള തറയിലെ ഡോറയ്ക്ക് നടക്കാൻ പറ്റും, നിരപ്പില്ലാതെ തറയിൽ നടക്കാൻ പറ്റില്ല. നമ്മളെ അടുക്കളയുടെ സൈഡ് നമ്മുടെ ഇവിടെ വീട് പൊളിച്ച സമയത്തുള്ള വേസ്റ്റുകൾ ഇട്ടിട്ട് ഉള്ള തറയാണ്. അതായത് പാറകളുണ്ട്, മെറ്റിലുകളുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ നടക്കുമ്പോൾ ഡോറ തട്ടി വീഴും. ബാത്റൂമിലോട്ട് പോകാൻ വേണ്ടി മാത്രം മണ്ണിട്ട് കുറച്ച് നിരപ്പാക്കി, ഇവരച്ഛൻ വന്ന സമയത്ത് ഇവരച്ഛൻ ചെയ്തതാണ്, കുറച്ച് മണ്ണിട്ട് നിരപ്പാക്കി ഇവർക്ക് അങ്ങോട്ട് ബാത്റൂമിൻ്റെ സൈഡിലോട്ട് നടന്നു പോകാൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്ത് വെച്ചു. അതുകൊണ്ടാണ് ഇവൾ തനിയെ ബാത്റൂമിൽ പോകുന്നത്. നേരത്തെ ഇവൾ തനിയെ ബാത്റൂമിൽ പോയില്ല, ഞാൻ എടുത്തുകൊണ്ടാണ് ബാത്റൂമിൽ കൊണ്ടാക്കിയിട്ടുള്ളത്. വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം നിങ്ങൾ മുറ്റത്ത് പോയിരുന്ന് വെട്ടുന്നത് പോലെ ഡോറയ്ക്ക് കൊണ്ട് പാത്രങ്ങൾ വെച്ചിട്ട് മുറ്റത്തിരുന്ന് വെട്ടാൻ പറ്റത്തില്ല. അവിടെ കൊണ്ട് വെച്ചാലും കസേരകളും മേശകളും ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുത്തേ വെട്ടാൻ പറ്റത്തുള്ളൂ, അല്ലാതെ അവിടെയും വെട്ടാൻ പറ്റില്ല. പിന്നെ ഈ വാഷ് ബേസിനെ ഇരുന്ന് വെട്ടുന്ന സമയത്ത് അവർക്ക് നിങ്ങളെപ്പോലെ ഇങ്ങനെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളിരുന്ന് വെട്ടുന്ന ഉണക്ക് വെട്ടാൻ പറ്റില്ല. ഇവർക്ക് ഒന്നാമത് ഹൈറ്റ് കുറവുള്ള സമയത്ത് അവർക്ക് ആ ഒരു രീതിയിലും അടിയിട്ടും നോക്ക് ദേഹം മൊത്തം ആക്കി കളിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിരുന്ന് വെട്ടുന്ന ഉണക്ക് വെട്ടാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ പറയും വേറൊരു പാത്രത്തിൽ ഇട്ടോളേന്ന്. അവർക്ക് ആ വെട്ടി ആ വാഷ് ബേസിനിലോട്ട് ഇടാനുള്ള ഹൈറ്റേ പൊങ്ങത്തുള്ളൂ, കൈ അതിൽ കൂടുതൽ കൈ പൊങ്ങത്തില്ല. അതായത് ആ വാഷ് ബേസിനിൽ ജസ്റ്റ് എത്തത്തേ ഉള്ളൂ. കൈ ഇങ്ങനെ ഇത് കണ്ട ഷോൾഡർ പൊങ്ങത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ട ഇങ്ങനെ വെട്ടുന്ന കൈ ഇവിടെ ബാലൻസ്. നമ്മുടെ ഷോൾഡർ ഇങ്ങനെ ആയെങ്കിലല്ലേ നമ്മുടെ കൈ പൊങ്ങും. ഇവിടെ മടങ്ങിയ നൂങ്ങിയ ചെയ്തിട്ട് കാര്യമില്ല, ഈ ഷോൾഡറും കൂടെ ഹൈറ്റാണ്. ഡോറയുടെ ഷോൾഡർ ഇങ്ങനെ പൊങ്ങില്ല, ഇങ്ങനെയൊന്നും പൊങ്ങത്തില്ല, ജസ്റ്റ് ഇത്രേ വരത്തുള്ളൂ. അപ്പം ആ പൊങ്ങുന്ന ഹൈറ്റ് വെച്ചിട്ടാണ് ഡോറ ആ മീൻ വെക്കുന്നത്. അതുകൊണ്ടാണ് വാഷ് ബേസിന് ഇടുന്നത്. പിന്നെ എൻ്റെ കുടുംബത്തിൽ കയറി വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ല, അയലത്തുകാരൊന്നും പറയാറില്ല. അയലത്തുകാർ എൻ്റെ വീട്ടിൽ കയറി നിരങ്ങുമല്ല ചെയ്യുന്നത്. അതുപോലെ എൻ്റെ വീട്ടിൽ വരുന്ന ആൾക്കാർ വെള്ളം കുടിക്കാതെ പോകുന്നില്ല. കാരണം വെച്ചാൽ എൻ്റെ വീടിനകത്ത് അതിനെ മാത്രമുള്ള സ്മെല്ലോ കാര്യങ്ങളില്ല. വാഷ് ബേസിനിൽ അവൾ മീൻ വെട്ടി ഇടുന്നുണ്ടെങ്കിൽ അതുപോലെ കഴുകി ചിലർ പറയുന്ന കണ്ട് എണ്ണ സ്മെല്ല് എടുക്കും. പിന്നാണെങ്കിൽ എണ്ണ വീണാൽ പോകത്തില്ല, കറ പിടിച്ച വാഷ് ബേസിനിൽ പോകത്തില്ല. നല്ല വൃത്തിയുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വാഷ് ബേസിൽ എന്തിട്ടാലും നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നതാണ്. കാരണം അവർക്ക് വൃത്തിയുണ്ട്. ഈ വൃത്തിയില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ പറയുന്നത് അവരുടെ വാഷ് ബേസിനെ അത് പോകുന്നില്ല. കാരണം അവർക്കത് വൃത്തിയോടെ ചെയ്യാൻ പറ്റുന്നില്ല. ആ ആൾക്കാർ വന്നിട്ടാണ് നമ്മുടെ അടുത്ത് പറയുന്നത് നമ്മുടെ വാഷ് ബേസിന് വൃത്തിയില്ലെന്ന്. ഞങ്ങളുടെ വാഷ് ബേസിനിൽ വന്ന് നോക്കണം. ഞാൻ വീഡിയോ ആയിട്ട് വേറെ ഇടുന്നുണ്ട്, ഞങ്ങളുടെ വാഷ് ബേസിനിൽ വന്ന് നോക്കണം എന്തെങ്കിലും ഒരു വൃത്തികേടുണ്ടോ എന്നുള്ളത്. അവൾ അതിനകത്ത് മീൻ വെട്ടി ഇടുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു തരി സ്മെല്ല് വെളി വരത്തില്ല. കാരണം വെച്ചാൽ ഫുൾ അത് ക്ലീൻ ചെയ്തതിന് ശേഷം അവൾ എത്ര തവണ സോപ്പിട്ട് കഴുകുമെന്ന് അറിയാമോ? അത് ആ രീതിയിലാണ് നോക്കുന്നത്. ഞങ്ങൾക്ക് വലിയക്കാട്ടം മുട്ടം വീടൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ആവശ്യത്തിന് ഒരു മനുഷ്യന് വേണ്ട എല്ലാ വൃത്തിയും ഞങ്ങളുടെ വീട്ടിലുണ്ട്. പിന്നെ തുണിയുടെ കാര്യം പറയുന്നത്, തുണി കഴുകിക്കൊണ്ട് വന്ന് ഞങ്ങളിവിടെ ഒന്നിച്ചെല്ലാവരെയും കൂടി തുണി കഴുകുന്നു. 1-2 പേരല്ല ഉള്ളത്. ഈ വീട്ടിലെ എല്ലാ ആൾക്കാരുടെയും തുണി ഒന്നിച്ചാണ് കഴുകുന്നത്. കഴുകി ഉണക്കിക്കൊണ്ടിരുന്ന സമയത്ത് അത് എടുത്തുകൊണ്ട് വന്ന് ഇട്ടിട്ട് രാത്രിയാകുമ്പം അതായത് 9 മണി 9:30 10 മണിയാവും. ആ സമയത്താണ് ഈ തുണി മടക്കുന്നത്. അതായത് ഇവളും പ്രിൻസിയും കൂടി ഇരുന്ന് തുണി മടക്കുക. അല്ലെങ്കിൽ പ്രിൻസും കാണും ചില സമയത്ത്. ചിലപ്പം പ്രിൻസ് നേരത്തെ പോയി കിടന്നുറങ്ങും. ഇവർ രണ്ടും കൂടി ഇരുന്നാൽ തുണി മടക്കുന്നത്. അതും രാത്രി 9:30 10 മണിയാവും. നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നത് അതിന് മുൻപാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് തുണി വരും എന്തായാലും. കാരണം വെച്ചാൽ അവിടുന്ന് വെളിയിൽ നിന്ന് പറക്കി ഉണങ്ങിയ തുണി കൊണ്ടുവന്ന് ഇടുമ്പം എന്തായാലും വീഡിയോ എടുക്കുമ്പം റൂമിൽ വെച്ച് വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ തുണി എന്തായാലും വരും. അതിനും വരും കമൻറ്റ്, വൃത്തിയില്ല തുണി ഇങ്ങനെ ഇട്ടേക്കുന്നെന്ന് പറഞ്ഞിട്ട്. നമ്മൾ തുണി മടക്കി മാറ്റുന്നുണ്ട്, മടക്കി മാറ്റാതിരിക്കുന്നില്ല, പക്ഷെ അതാരും കാണുന്നുമില്ല. അപ്പം
ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറയണം തോന്നി. കാരണം കുറ്റം കണ്ടുപിടിക്കാനാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ 100 കാര്യങ്ങളുണ്ടാവും. ഒരു മനുഷ്യൻ്റെ നല്ല കാര്യം കണ്ടുപിടിക്കാൻ പക്ഷെ ഒരുത്തനും കഴിയത്തില്ല. കുറ്റങ്ങളാണോ എല്ലാവരുടെയും കൺമുന്നിൽ പെട്ടെന്ന് തെളിയും. പക്ഷെ ഒരു നല്ല കാര്യം ഇത്രയും നാൾ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഇത്രയും കൊല്ലം അതിൽ വളരെ ചുരുക്കം പേര് മാത്രമേ നമ്മളാണെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും കമൻറ്റ് ഇടാറുള്ളൂ. ഒറ്റ നെഗറ്റീവ് പോലും ഇടാത്ത ആൾക്കാരുണ്ട്, ഒരു നെഗറ്റീവ് പോലും ഇടാത്ത ആൾക്കാരുണ്ട്. നമ്മൾ ഐഡിയ നെഗറ്റീവ് ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങൾ കമൻ്റ് ഇടുമ്പം നമുക്കത് പറയേണ്ടി വരും. അല്ല, നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയും. ഇപ്പം എന്താ പിന്നെ നിങ്ങൾക്ക് ആ കപ്പലണ്ടി കൊടുക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾക്ക് അവർക്കും കൂടെ മേടിച്ച് കൊടുക്കായിരുന്നു, നിങ്ങളുടെ അഭിപ്രായം ഓക്കെ, ഞങ്ങൾക്കും അത് അംഗീകരിക്കാൻ പറ്റും. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ആ കപ്പലണ്ടി അവർക്കും കൂടെ ഓരോന്ന് വീതം വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ചോദിച്ചിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഞങ്ങളിത് പറഞ്ഞതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ മക്കളെ ഞങ്ങൾ നോക്കുന്നില്ല, മക്കളെ ഞങ്ങൾ വിട്ടിട്ട് കഷ്ടപ്പെടുത്തുവാണ്, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്ന് പറയുന്ന ഗുളിക കൊടുത്തത് കണക്കാണ് കൊടുത്തത്, വേറൊന്നും കൊടുത്തില്ലെന്ന്. ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് ഇവർ കണ്ട് ഞങ്ങൾ ഗുളിക കൊടുക്കുന്ന പോലെ ഓരോന്ന് വീതം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് ഞാൻ ബാക്കി ഇവളിരുന്ന് കഴിച്ചാണെന്നുള്ളത് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് കണ്ടു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഇനിയിപ്പോൾ ഇതിനൊക്കെ എന്താ പറയുക, ഇങ്ങനെയുള്ള കമൻറ്റ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു കാര്യം പറയേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങൾ മാക്സിമം ഉണ്ടാകാൻ തോന്നിയാണ് ശാരീരികമായിട്ടും അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയും ചെയ്യുമ്പോൾ മാത്രമാണ് ഞങ്ങൾ റിയാക്ട് ചെയ്തിട്ടുള്ളത്. അതല്ലാണ്ട് ഒരു കാര്യത്തിന് ഞങ്ങൾ റിയാക്ട് ചെയ്യാൻ വന്നിട്ടില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഇവളെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചൊക്കെ അനാവശ്യം പറയുമ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അതായത് പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഇപ്പോഴും വന്നു കമൻറ്റ്. ഡോറയുടെ വാ പോലെ തന്നെയാണ് എൻ്റെ ഗബ്രൂസിൻ്റെ വാ ഇരിക്കുന്നത്, ഡോറയുടെ വാ പോലെ തന്നെ. പിന്നെ അവൾ പ്രസവിച്ച കുഞ്ഞിൻ്റെ വാ അവളെ പോലെ ഇരിക്കാതെ നാട്ടിൽ കണ്ട് അപ്പുറത്തെ രമണി ചേച്ചിയെ പോലെ, അപ്പുറത്താണെങ്കിൽ സുമത ചേച്ചിയെ പോലെയൊക്കെ ഇരിക്കുമോ? എന്താ ആൾക്കാർ എന്തു പറയുന്നത്? കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ പോലെ ഇരിക്കുമെന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ഒരു ഭാഗ്യമാണ് സ്വന്തം മക്കൾ മാതാപിതാക്കളെ പോലെ ഇരിക്കുക എന്ന് പറയുന്നത്. എല്ലാവർക്കും കിട്ടത്തില്ല അങ്ങനത്തെ ഭാഗ്യങ്ങളൊന്നും. അതെൻ്റെ ഡോറയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ഭാഗ്യമാണ്. അതിനിപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും പറഞ്ഞിട്ട് വരില്ല. അപ്പോൾ ഇത്രയൊന്നും പറയണം തോന്നി. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. അരമണിക്കൂർ എടുത്ത് വീഡിയോ എടുക്കാൻ തന്നെ ഇപ്പം തന്നെ. അപ്പോൾ കാണാം കേട്ടോ. ബൈ 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 ബൈ.